നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ വിയ്യാറയലിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇതോടുകൂടി പോയിന്റ് നിലയിൽ റയലും ബാഴ്സയും ഒപ്പത്തിനൊപ്പമായിരിക്കുന്നു. പക്ഷേ ബാഴ്സ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. നിലവിൽ 8 കളികളിൽ നിന്ന് 21 പോയിന്റുള്ള FC ബാഴ്സലോണ ലീഗിൽ 1-ാം സ്ഥാനത്തും 9 കളികളിൽ നിന്ന് 21 പോയിന്റുള്ള റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്തുമാണ്. ഇന്ന് ബാഴ്സലോണക്ക് മത്സരമുണ്ട്. അലാവസിനെതിരെയാണ് കളി. മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയിന്റ് പട്ടികയിൽ റയലിന് വീണ്ടും 3 പോയിന്റുകൾക്ക് പിന്തള്ളാൻ പറ്റും. ഇന്നലത്തെ മത്സരം റയൽ മാഡ്രിഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. പെഡെ വാൽവർദയും വിനി ജൂനിയറുമാണ് റയലിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ വിനി ജൂനിയറും അദ്ദേഹത്തോടൊപ്പം കിലിയൻ എംബാപ്പയും ജൂഡ് ബെല്ലിംഗമും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 14-ാമത്തെ മിനിറ്റിൽ വാൽവർദയിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 1 ഗോളിന് റയൽ മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 73-ാമത്തെ മിനിറ്റിലാണ് ഒരു കിടിലൻ ഗോളിലൂടെ വിനി റയലിന്റെ ലീഡ് ഉയർത്തിയത്. എന്തായാലും മത്സരം 2-0 വിജയിച്ചു എന്ന് പറയുമ്പോഴും റയൽ മാഡ്രിഡ് താരങ്ങളൊക്കെ ഒരല്പം ആശങ്കയിലായിരുന്നു. കാരണം ഡാനി കർവാഹലിന് സംഭവിച്ച പരിക്ക് വളരെ ഗുരുതരമായ പരിക്കാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വരും. പിന്നെ വിനി ജൂനിയറും പരിക്കേറ്റാണ് പുറത്തുപോയത്. തീർച്ചയായിട്ടും വിജയത്തിനിടയിലും റയൽ മാഡ്രിഡിന് ആശങ്ക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.